ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ യുഎസ് ആക്രമിച്ചത് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ആശങ്ക സൃഷ്ടിക്കുമോ എന്ന അഭ്യൂഹമായി. അതേസമയം യുഎസ് ഡ്രോൺ ഇറാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതിനാൽ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. യുഎസ് ഇറാൻ സമാധാന കരാറിനായി ഖത്തറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കവെയാണ് ഈ പുതിയ നീക്കങ്ങൾ. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യുഎസ് ഇറാൻ ഉന്നതതല സമാധാന ചർച്ചകൾക്കായി ദോഹയിലെത്തുമ്പോഴാണ് ഈ പുതിയ സംഭവ വികാസം. തെക്കൻ ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങൾ യുഎസ് സൈന്യം ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇരുപക്ഷവും സാധ്യമായ ഒരു കരാറിലേക്ക് നീങ്ങുന്നതിനിടെയാണിത്. ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച യുഎസ് ഡ്രോൺ വെടിവച്ചിട്ടതായി ഇറാൻ അറിയിച്ചു. യുഎസ് നടത്തുന്ന ഏതെങ്കിലും വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള നിയമപരവും കൃത്യവുമായ അവകാശം തങ്ങൾക്കുണ്ടെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. അതേസമയം 87 ദിവസത്തെ ഇന്റർനെറ്റ് വിച്ഛേദനത്തിന് ശേഷം ഇന്റർനെറ്റ് ആക്സസ് വീണ്ടും തുറക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയൻ ഉത്തരവിട്ടു. ഇത് വലിയ നീക്കമായി ഇറാൻ ജനത വിലയിരുത്തുന്നു. അതേസമയം ഹിസ്ബുള്ളയെ തകർക്കാൻ ലെബനനിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. ഇപ്രകാരം ഒരിടത്ത് ചർച്ചയും മറ്റൊരിടത്ത് സംഘർഷവുമായി ഇറാൻ യുഎസ് യുദ്ധ ആശങ്ക മെയ് 28-ന് 3 മാസം പൂർത്തിയാകുകയാണ്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1000 countdown.